ലോകത്തുള്ള എല്ലാ പണക്കാരനും പാവപ്പെട്ടനും ഒരേപോലെ ആയാൽ എന്ത് സംഭവിക്കും? അംബാനിയുടെ അക്കൗണ്ടിലും നിങ്ങളുടെ അക്കൗണ്ടിലും ഒരേ ബാലൻസ്. കേൾക്കുമ്പോൾ നല്ല രസമില്ലേ? പക്ഷേ സംഗതി അത്ര സുഖകരമായിരിക്കില്ല. എങ്ങനെയുണ്ടാ ട്വിസ്റ്റ്? വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. ലോകത്തുള്ള ആകെ പണത്തെ 800 കോടി ജനങ്ങൾക്കായി വീതിച്ചാൽ ഒരാൾക്ക് കിട്ടുന്നത് ഏകദേശം $10,000 അതായത് ഏകദേശം 9.5 ലക്ഷം രൂപ. കടം കൊണ്ട് വലയുന്നവനും കോടീശ്വരനും ഒരേപോലെ പവർഫുൾ ആകുന്ന ആ നിമിഷം. പക്ഷേ അവിടെയാണ് കളി തുടങ്ങുന്നത്. അക്കൗണ്ടിൽ ഇത്ര ലക്ഷം രൂപ വന്നാൽ പിറ്റേന്ന് രാവിലെ ആരെങ്കിലും പണിക്ക് പോകുമോ? ഒരിക്കലുമില്ല. ബസ് ഡ്രൈവർ വണ്ടി എടുക്കില്ല. ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ആരും ഉണ്ടാവില്ല. IT കമ്പനികൾ പൂട്ടും. പച്ചക്കറി വിൽക്കുന്നവരും വാങ്ങാൻ വരുന്നവരും ഒരേ ബാലൻസ് ആണെങ്കിൽ അവൻ എന്തിന് കട തുറക്കണം? സാധാരണക്കാരനും ശതകോടീശ്വരനും ഒരേ സാമ്പത്തിക ശക്തിയായാൽ ലോകത്തെ സർവീസ് ഇൻഡസ്ട്രി മുഴുവൻ നിമിഷ നേരം കൊണ്ട് തകരും. ആരും ആർക്കു വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാകാത്ത ഒരു അവസ്ഥ. എല്ലാവരുടെയും കയ്യിൽ പണമുണ്ട്, പക്ഷെ ഒന്നും വാങ്ങാൻ കിട്ടില്ല. കാരണം ഉൽപാദനം നിലച്ചു. പണമല്ല ലോകത്തെ ചലിപ്പിക്കുന്നത്, മറിച്ച് ആ പണം നേടാനുള്ള മനുഷ്യന്റെ അധ്വാനമാണ്. എല്ലാവരും സമ്പന്നരായാൽ പണത്തിന് മൂല്യം ഇല്ലാതാകും. ഒരു ബ്രെഡ് വാങ്ങാൻ ചിലപ്പോൾ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. ഇതിനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ പണമുണ്ടെങ്കിലും പട്ടിണി കിടക്കേണ്ടി വരുന്ന അവസ്ഥ. ഈ പരീക്ഷണം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കയ്പുള്ള സത്യമാണ്. സാമ്പത്തിക അസമത്വം കേൾക്കുമ്പോൾ മോശമായി തോന്നുമെങ്കിലും ഈ ലോകത്തിന്റെ എക്കോണമിക് എഞ്ചിൻ ഓടിക്കുന്നത് ഈ വ്യത്യാസമാണ്. ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ തോന്നണമെങ്കിൽ അവിടെ ഒരു സാമ്പത്തിക ആവശ്യം വേണം. ആ ആവശ്യമാണ് ലോകത്ത് ചരക്കുകളും സേവനങ്ങളും ഉണ്ടാക്കുന്നത്. എല്ലാവരും തുല്യരായാൽ ആ മോട്ടിവേഷൻ ഇല്ലാതാകും. ലോകം നിശ്ചലമാകും. ചുരുക്കത്തിൽ എല്ലാവരും ഒരേപോലെ പണക്കാരാകുന്നത് ഒരു സ്വപ്നമായിരിക്കാം. പക്ഷെ അത് നടപ്പിലാക്കിയാൽ ലോകം പട്ടിണിയിലാകും. സാമ്പത്തികമായ മത്സരമാണ് നമ്മുടെ ലോകത്തെ ഇന്ന് മുന്നോട്ട് നയിക്കുന്നത്. എല്ലാവർക്കും ഇത്ര ലക്ഷം രൂപ കിട്ടിയാൽ നിങ്ങൾ പിറ്റേന്ന് പണിക്ക് പോകുമോ? അതോ ഉടനെ ആ പണം കൊണ്ട് ഷോപ്പിംഗ് തുടങ്ങുമോ? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.